ഹലോ ഗൈസ്. PSC ന്യൂസ് പേപ്പർ കറണ്ട് അഫയേഴ്സ്. PSC പഠിക്കുന്ന എല്ലാവരും ഒരുപാട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ആയിട്ടുണ്ടാവില്ല. എനിക്കിത് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കുന്നു. PSC ന്യൂസ് പേപ്പർ കറണ്ട് അഫയേഴ്സ് അവരാണ് കൂടുതൽ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഗൈസ്, ഇന്ന് കമൻറ്റ് റീഡിങ് സെക്ഷനാണ്. ചില കമൻറ്റുകൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ബ്രോ അയച്ചാണ്, ഞാൻ ഫുള്ളി ഡിപ്രസ്ഡാണ്, ടോട്ടലി അലോൺ, എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ, ഗവൺമെൻറ് ജോബ് ഒരു ഡ്രീമാണ്, അത് കൈവിട്ട് പോണ പോലെ. ഗവൺമെൻറ് ജോലി എല്ലാവർക്കും ഒരു ഡ്രീമാണ്. എനിക്ക് തോന്നുന്നു ഈ ബ്രോ ലിസ്റ്റിലുണ്ട്. അതിൻ്റെ ഒന്നല്ലെങ്കിൽ ലിസ്റ്റ് ക്യാൻസൽ ആവാനായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൽ നിയമനം നടക്കാത്തൊരവസ്ഥയായിരിക്കും, ഇപ്പോഴും സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയായിരിക്കും. ഇതൊക്കെ തുറന്നു പറയണമെന്നുണ്ട് ആരോടെങ്കിലും. ആരും കേൾക്കാൻ ഇങ്ങനെ വിഷമങ്ങളൊക്കെ കമൻ്റായിട്ടിടുന്നത് അതുകൊണ്ടാണ്. കേൾക്കാൻ ആരുമില്ല. ബ്രോയ്ക്ക് കമൻ്റായിട്ടിടാം. ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട് അതിൽ. ബ്രോ, ഗവൺമെൻറ് ജോലി PSC പഠിക്കുന്ന എല്ലാവരും ഡ്രീമാണ്. പക്ഷെ ഇതെല്ലാവർക്കും പെട്ടെന്ന് കൈ കിട്ടുന്നൊരു സാധനമാണെന്നില്ല. സോ ചിലർക്ക് ടൈം എടുക്കും, അത് അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ കയ്യിലൊരു ഗവൺമെൻറ് ജോലി ഇല്ല എന്നുള്ളതാണ് സത്യം. റിയാലിറ്റി അതാണ്. നമ്മുടെ അടുത്തില്ല, സാധനമില്ല. നമ്മളെ ലിസ്റ്റിൽ വന്ന് അഡ്വൈസ് അയച്ച് അത് കൈ കിട്ടിയാൽ മാത്രമേ നമ്മൾ ജോലിക്കാരനാവുള്ളൂ. സോ അക്സെപ്റ്റ് ചെയ്ത റിയാലിറ്റി, ഗിവ് അപ്പ് ചെയ്യേണ്ട, പിന്നെയും പഠിക്കുക. എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിരുന്നു, അവർ ഒരുപാട് കാലമായി പഠിക്കുന്നു, ലിസ്റ്റിലൊക്കെ ഏകദേശം ഉണ്ട്, പക്ഷേ അവസാനത്തെ റാങ്കിലാണ്. അവർ പറയുന്നത് ഇതിപ്പോൾ പഠിച്ച് അവർക്ക് തന്നെ ഒരു തോന്നൽ, അവരൊരു ഗവൺമെൻറ് എംപ്ലോയി ആവേണ്ട ആളാണ് എന്ന് അവർക്ക് തന്നെ ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വേറെ ജോലിയൊന്നും ചെയ്യാൻ തോന്നില്ല, എനിക്കിത് തന്നെ വേണം എന്നൊരു മൈൻഡായിപ്പോയി അവർക്ക്. പക്ഷേ ഈ ഡിഗ്രി ലെവൽ എക്സാമിന് അവർക്ക് ജോലി കിട്ടേണ്ട റാങ്കിലാണ് ഇപ്പോൾ ഉള്ളത്. എനിക്ക് തോന്നുന്നു അടുത്ത അഡ്വൈസിൽ അവർ കയറിപ്പോവും. ആ ഒരു മൈൻഡ് കീപ്പ് ചെയ്ത് പഠിച്ചു. ബ്രോ ഒരു ഹോപ്പ് വെച്ച് പഠിക്കുക, അപ്പോൾ എന്തായാലും കിട്ടാണ്ടിരിക്കില്ല. അടുത്ത കമൻറ്റ് എൻ്റെ വേറൊരു വീഡിയോയ്ക്ക് വന്നതാണ്. ഈ ബ്രോ ഏകദേശം എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുന്നുണ്ട്. ബ്രോയുടെ പ്രശ്നങ്ങൾ മൊത്തം കമൻ്റ് ആയിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഇയാളുടെ നല്ലൊരു കമൻറ്റ് എന്ന് പറഞ്ഞാൽ, വിവാഹിതർ മാത്രമല്ല ബ്രോ, കൂടുതൽ അവിവാഹിതരുണ്ട്, ജോലിയില്ലായ്മ, കുടുംബത്തിൻ്റെ പ്രഷർ, സാമ്പത്തിക പ്രശ്നം എല്ലാം കാരണമാണ്. മെയിൻ വില്ലൻ സൊസൈറ്റി തന്നെ. അത് സൊസൈറ്റി ഒരു മയർന്നാണ് വെറും. ഇനി നമ്മുടെ കാര്യം നോക്കിയാൽ മതി, സൊസൈറ്റിയെ മൈൻഡ് ചെയ്യേണ്ട എന്നൊക്കെ പറയുമ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, പല സമയവും നമ്മൾ സൊസൈറ്റീനെ മൈൻഡ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. അതാണ് ബ്രോ പറഞ്ഞത് ശരി തന്നെ. വിഷമങ്ങളൊക്കെ തുറന്ന് പറഞ്ഞാൽ ഒരു വിധം പ്രവണതയെല്ലാം കുറഞ്ഞു കിട്ടും. അതായത് ആത്മഹത്യ ടെൻഡൻസി കുറഞ്ഞു കിട്ടും. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരാളെ സൂയിസൈഡിൻ്റെ വക്കിൽ നിന്നും രക്ഷിക്കാനും സാധിച്ചു. നല്ല കാര്യം ബ്രോ എൻ്റെ കാര്യം ഓർത്തേ. എൻ്റെ ഒരു കമൻറ്റ് കണ്ടതല്ലേ, എല്ലാവരും തള്ളിക്കളഞ്ഞു, ആർക്കും വേണ്ട എന്നെ, എന്നിട്ട് ഞാനെന്ത് ആത്മഹത്യ ചെയ്തു. അങ്ങനെ ചിന്തിക്കുന്നത് പോലും മണ്ടത്തരമാണ്. പിന്നെ നമുക്ക് മനസ്സിലാവും, ചെയ്താൽ പോകുന്നത് നമുക്ക് നമ്മുടെ ഫാമിലിക്ക് മാത്രമാണെന്ന്. അത് കറക്റ്റാണ്. എന്തെങ്കിലും പേരിലൊക്കെ നമ്മളങ്ങനെ ചെയ്താൽ നഷ്ടം നമുക്ക് നമ്മുടെ ഫാമിലിക്ക് മാത്രമാണ്. അതുകൊണ്ട് മടിക്കാതെ എന്ത് പ്രശ്നം പോലും സുഹൃത്തുക്കളോടോ അത്ര പരിചയമുള്ള ആളോട് പോലും സംസാരിക്കുക. അതിന് മടി കാണിക്കില്ല ഒരിക്കലും. അത് നല്ലൊരു കാര്യമാണ്. നമ്മുടെ ഇഷ്യൂസൊക്കെ സുഹൃത്തുക്കളോടും അതുപോലെ നമുക്ക് അറിയാവുന്നവരോടൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ കുറേയൊക്കെ നമുക്കൊരു സമാധാനം കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കമൻറ്റ് വന്നിട്ടുണ്ടേ. ട്രാൻസ്ഫോമേഴ്സ് 1 3D ഫിലിം ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരുമോ ചേട്ടാ പ്ലീസ്. എനിക്ക് ഞാൻ തരില്ല എന്ന് പറയുന്നില്ല, തരാം. കുറച്ചുകൂടെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആവട്ടെ, നിനക്ക് ഞാൻ റിപ്ലൈ തരാം. ആ സമയത്ത് ഏത് പടമാണോ നിനക്ക് കാണേണ്ടത് അതിൻ്റെ ടിക്കറ്റ് ഞാൻ എടുത്ത് തരാം, നീ ചോദിച്ചല്ലേ. പിന്നെ ഒരു കമൻറ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കമൻറ്റാണ്. ഞാനൊരു സോങ് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ വന്നൊരു കമൻറ്റാണ്, നല്ലോണം സമാധാനം തോന്നുന്നു. എൻ്റെ പാട്ട് കേട്ടിട്ട്. താങ്ക് യു. അപ്പോൾ ഒരാൾക്ക് എൻ്റെ പാട്ട് കേട്ടിട്ടൊരു സമാധാനം കിട്ടി, അത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ സോങ് വേണമെങ്കിൽ അതും എനിക്ക് മെയിൽ ചെയ്തോളൂ കേട്ടോ. ഞാനത് ആദ്യം ആരാണോ അയക്കുന്നത് അവർക്ക് മെയിലായിട്ട് തന്നെ തിരിച്ച് അതിൻ്റെ MP3 അയച്ചു തരാം, പാടിയിട്ട് അയച്ചു തരാം. പെട്ടെന്ന് പ്രതീക്ഷിക്കരുത്, എന്തായാലും ഞാൻ പാടി അയച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സീക്രട്സ് പറയാൻ ആരും ഇല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് മെയിൽ ചെയ്തു. അതുപോലെ ഒരു പെർട്ടിക്കുലർ സോങ് അല്ലെങ്കിൽ സോങ്ങിൻ്റെ ഒരു പോർഷൻ നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ മെയിൽ ചെയ്തോ, ഞാനത് 1 by 1 ആയിട്ട് അയച്ചു തരാം.